ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നവ്യയാണെങ്കിൽ നയന് അയാളുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മമാർക്ക് എപ്പോഴും സ്വന്തം മക്കൾ തന്നെയാണല്ലോ വലുത്. അതുകൊണ്ടാണ് വല്യമ്മായി ഇപ്പോൾ നിൻ്റെ ഭർത്താവ് ആദർശേട്ടനെ ന്യായീകരിക്കുന്നത് എന്നിങ്ങനെ പറയുക. ദേഷ്യപ്പെട്ടു കേട്ടോ. നേരത്തേക്ക് അത് കേൾക്കുന്ന നയന പറയുന്നുണ്ട്, ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അന്നേരം നവ്യ പറയും, നിനക്ക് താല്പര്യം കാണില്ല. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ആ ചന്തുമോളുടെ അമ്മ അവരുടെ അസുഖമെല്ലാം മാറി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരണമെന്ന്. അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അന്നേരം നവ്യ പറയും, നീ അങ്ങനെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ അവൾ ഈ വീട്ടിലോട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്ന് നക്ഷത്രം എണ്ണുന്നത് നീയായിരിക്കും. നിനക്കങ്ങനെ സംഭവിക്കണമെങ്കിലേ നിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരികയില്ല. ആദർശേട്ടൻ ചന്തുമോളുടെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി പറ്റിയത്? നിൻ്റെ തല എന്നെ ഇങ്ങനെ തിരിഞ്ഞു പോയത്? നമ്മുടെ വീട്ടിൽ ഏറ്റവും ബുദ്ധി ഉണ്ടായിരുന്നത് നീ ആയിരുന്നല്ലോ, എന്നിട്ട് എന്താ നീ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു കാരണമുള്ളൂ. എൻ്റെ ആദർശേട്ടനെ എനിക്ക് നല്ല വിശ്വാസമാണ്. ആരൊക്കെ വിചാരിച്ചാലും അതിനൊരു മാറ്റവും വരുത്താനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. നേരെ നവ്യ പറയുന്നുണ്ട്, ശരിക്കും ഇവിടെ കമ്പനിയുടെ MD സ്ഥാനം മുത്തശ്ശൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ വേണ്ടി ആദർശേട്ടൻ്റെ അച്ഛനും കൊച്ചച്ഛനും അങ്ങനെ പലരും ഉണ്ടായിട്ടും അവരെ എല്ലാം കടത്തി വെട്ടി ആദർശേട്ടനാണ് MD സ്ഥാനം മുത്തശ്ശന് കൊടുത്തത്. അതിന് കാരണം മുത്തശ്ശൻ്റെ ആദർശേട്ടൻ്റെ കൂർത്ത ബുദ്ധിയാണ് എന്ന് അഭി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കുക, അവൻ അങ്ങനെ പറഞ്ഞു എന്ന്. അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് പറയുകയും, അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളൂ, ഉള്ള കാര്യം തന്നെയല്ലേ അവൻ പറഞ്ഞത്, പിന്നെ അവൻ്റെ തല കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നയന അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അവനൊരു പണി കൊടുക്കണമല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കാണ് കേട്ടോ. എന്നിട്ട് അബി ഇങ്ങനെ ഫോൺ വിളിക്കുക. അബി ആ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കസേര ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും എന്താ ഏട്ടത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ കൊച്ചു സ്കൂളിൽ നിന്ന് വരാൻ സമയമായി, നീ ഇന്ന് പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയും. അപ്പോൾ അബി ചോദിക്കും, ഏട്ടത്തി ഞാനോ എന്ന്. അന്നേരം പറയാം, എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴേക്കും എങ്ങനെയായിരുന്നു, പക്ഷേ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും അന്നേരം ഏട്ടത്തി ഞാൻ പോയി വിളിക്കണോ എന്നിങ്ങനെ ചോദിച്ച് പിന്നെയും അടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോകണ്ട, പക്ഷേ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ചിട്ട് പോയി. അന്നേരം കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു, ആ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമോ എന്നിങ്ങനെ നയന പറയുമ്പോഴേക്കും ആകെ ടെൻഷനാകുവാണ് കേട്ടോ. അപ്പം ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുക. പിന്നെ കാണിക്കുന്നത് അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ ഇങ്ങനെ ദേവയാനി നയനയും ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകിയും അനാമികയും കൂടെ വരും. അന്നേരം നയന പറയുന്നുണ്ട്, അടുക്കളയിലേക്ക് കടക്കാത്ത പലരും ഇപ്പോൾ അടുക്കളയിലേക്ക് വന്ന് തുടങ്ങിയല്ലോ എന്ന്. അന്നേരം ജാനകി തിരിച്ചിങ്ങനെ ചോദിക്കുകയാണ്, പിന്നെ നിനക്ക് മാത്രം ഭരിക്കാനുള്ളതാണ് അടുക്കള? എൻ്റെ മരുമോൾക്കൊക്കെ ഉള്ളതല്ലേ, ഇനി തൊട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക, ഇനി ഇവരൊന്നും ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട അമ്മ എനിക്കെല്ലാം ഉണ്ടാക്കി തന്നാൽ മതി എന്നിങ്ങനെ പറയും. അന്നേരം ഞാൻ തന്നെ മോൾക്കിനി ഉണ്ടാക്കി തന്നോളാം, മോൾക്ക് വിശ്വാസമില്ലാത്ത ഇവരെ ഉണ്ടാക്കി തരുന്നതെന്ന് മോള് കഴിക്കേണ്ടതെന്ന് പറയും. അപ്പോഴും ദേവേന് പറയുന്നുണ്ട്, എന്തായാലും നന്നായി, ഇവൾക്ക് വെച്ച് വിളമ്പാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കി എടുക്കണം എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്നിങ്ങനെ തന്നെ ദേവേന് പറയുകയാണ് കേട്ടോ. അന്നേരം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ജാനകിക്ക്. എന്തൊക്കെ അനാമിക്ക് ഇങ്ങനെ അമ്മ ഓരോന്നിങ്ങനെ എനിക്ക് പറഞ്ഞ് തന്നാൽ മതി, അമ്മ ഞാൻ പഠിച്ചോളാം, ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ദേവേന് പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇവളൊന്ന് അടുക്കള കാണട്ടെ എന്ന് അങ്ങനെ പറയാണ് കേട്ടോ. അന്നേരം ജാനകിക്ക് ദേഷ്യം വരുവാണ്. ജാനകി പറയുന്നുണ്ട്, മോള് വിഷമിക്കുമൊന്നും വേണ്ട, ഇവരെന്ത് പറഞ്ഞാലും മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തന്നോളാം എന്നിങ്ങനെ പറയും. അവരുടെ ഭാഗത്ത് നിന്നിങ്ങനെ അവർക്ക് വേണ്ടിയുള്ള കറികളും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവാണ് കേട്ടോ ദേവയാനി നയനി ഇങ്ങനെ ഇവർക്കുള്ളത് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവർ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് വരും. അന്നേരം മുത്തശ്ശി ചോദിക്കും, എല്ലാവരും അടുക്കളയിലുണ്ടല്ലോ, ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾക്കുള്ളതൊക്കെ ഞാൻ തന്നെ ഇനി ഉണ്ടാക്കുന്നത്. ഇവിടെ പലർക്കും ഇപ്പോൾ എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഉണ്ടാക്കിക്കോളാം എന്ന് വിചാരിച്ചു. അത് രാവിലത്തെ കാര്യം തന്നെ അമ്മ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ദേവേന് പറയുന്നുണ്ട്, അമ്മേ ഇതിനകത്ത് കൂടുതൽ വിശദീകരണം തരാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്നിങ്ങനെ. അന്നേരം മുത്തശ്ശി പറയുക, അപ്പോൾ ഒരു വീടിനകത്ത് അടുപ്പാണോ ഇനിയിപ്പോൾ എന്തൊക്കെ കാണുന്നതെന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചങ്ങ് പോവാണ് കേട്ടോ മുത്തശ്ശി. അത് കഴിഞ്ഞ് നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുന്നു. എന്നിട്ട് അവിടെ നടന്ന ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ പേടിച്ച പോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അതിൽ ഏത് കഴിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, രണ്ടുപേരെയും പിണക്കരുത്, അതുകൊണ്ട് നമുക്ക് രണ്ടും കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുകയാണ്, ഇപ്പോൾ അടുക്കളയിൽ 2 പാചകമായി, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭാഗം വെപ്പൊക്കെ നടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ അങ്ങനെ ഒരു കാര്യം ചെയ്തു വയ്ക്കാം എന്ന്. അന്ന് വേണ്ട എന്ന് പറഞ്ഞത് ആദർശാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതാണ് അവൻ തന്നെയാണ്. പിന്നെ ആ കുട്ടി അനാമിക വന്നു
പോയിരിക്കുമല്ലേ, അതിനെ വിഷമിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കൂട്ടരെയും കഴിക്കണം. ഇവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ഒരാളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം തോറ്റുപോകും പോലും. അതുകൊണ്ട് തോക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 പേരും ആടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് മുത്തശ്ശൻ്റെ ഭാഗം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകിയും അനാമികയും മറ്റൊരു ഭാഗത്താണെങ്കിലും അജയൻ ഇപ്പുറത്ത് നയനയുടെയൊക്കെ കൂടെ ആട്ടോ എങ്ങനെ നിൽക്കുന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയാണ്, അവരുടെ ഭാഗത്താണ് കൂടുതലും ന്യായമെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഒരുപാട് ഓണം കൂടുതലുണ്ട്, ഒരുപാട് അനുഭവ പരിചയമുള്ള നമ്മളിതൊന്നും അനുവദിച്ച് കൊടുക്കാനായിട്ട് പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നീട് എല്ലാവരോടും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം ജാനകി മുത്തശ്ശൻ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ, അനാമിക മോളെ അതുണ്ടാക്കിയത് എന്ന് മുത്തശ്ശൻ കഴിച്ചിട്ട് ആ കുഴപ്പമില്ല എന്ന് പറയും. അത്രയും നേരം ഇങ്ങനെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അനിയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, അമ്മ ചേരുവകൾ എടുത്ത് കൊടുത്തിട്ട് പോലും അവൾ അതിനകത്ത് ഉപ്പ് കൂടുതലിട്ടു, അത്ര നല്ല കറിയൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലേ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ശകലം ഉപ്പ് കൂടുതലുണ്ട്, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേക്ക് വലിയ പ്രശ്നമില്ല എന്നിങ്ങനെ പറയും. അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മുടെ അനാമികയ്ക്ക്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നിട്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അന്നേരത്തേക്ക് ജാനകി എൻ്റെ മരുമോളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെയുള്ളവർ അനുവദിക്കില്ല എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് പുറകെ ഇങ്ങനെ വിഷമിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ അനിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ പാചകം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി തരുമ്പോഴേക്കും നമ്മൾ കുറ്റം പറയരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട മുത്തശ്ശ, എങ്കിലല്ലേ അവൾ ഇനിയും മെച്ചപ്പെടുകയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞതെന്നിങ്ങനെ. അന്നേരം മുത്തശ്ശി പറയും, അവൾ എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നാലും നിനക്ക് ഇഷ്ടപ്പെടുക, നീ എന്തെങ്കിലും കുറ്റം പറയും എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, അങ്ങനെയല്ല, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും, അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പറയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേവയാനി അനിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അന്നേരം അനു പറയുന്നുണ്ട്, എന്തിനാ വലിയമ്മേ എന്നെ തടയുന്നത്, വല്ലപ്പോഴെങ്കിലും ഞാൻ കുറച്ച് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞോട്ടെ, ഇതെല്ലാം കൂടെ മൂടി വെച്ചിട്ട് എന്ത് കാണിക്കാനാ, മുത്തശ്ശനും കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോടും അതുപോലെ തന്നെ നയനോടുമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ എൻ്റെ മൂത്ത കൊച്ചുമകനും മരുമകളും ഒന്നും പറയാത്തത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാനും ഇവളും പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം സോൾവ് ആയി പോയി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കും, അതെന്താ ഇവരുടെ മനസ്സിൽ നന്മയില്ലെന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന്. അന്നേരത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, ഇവനെ നമുക്കറിയാലോ, പിന്നെ അനാമിക ഈ കുടുംബത്തിന് ചേർന്ന ഒരു മരുമകളാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, വിവാഹം കഴിഞ്ഞ് പോയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട, അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം അകലുന്നുണ്ടെങ്കിൽ അത് വിളക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ എഴുന്നേറ്റ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നേരെ അനിക്ക്. അപ്പോൾ അവിടെ മര്യാദ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അനി ഇങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ പോലും ഇങ്ങനെ നിർത്തിയിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അബിയാണ്. അബി ഇങ്ങനെ ചന്തുമോളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുക കേട്ടോ. അന്നേരം മോള് പറയുന്നുണ്ട്, എനിക്ക് അമ്മയെന്നും ചോക്ലേറ്റ് മേടിച്ച് തരാറുണ്ട് എന്ന്. അന്നേരം അബി പറയും, പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒരു സാധനം മേടിച്ചൊന്നും തരില്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് തന്നെ ഇങ്ങനെ പിറുപിറുപ്പോട്, എന്ത് കഷ്ടമാണ് ഇത്, അവളൊരു ദുബായി വെച്ച് തന്നൊരു പണിയായി പോയല്ലോ, ഇതൊന്നും അനുഭവിക്കേണ്ടായിരുന്നു, അവൾ ഒരൊറ്റ എത്തി കാരണം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരട്ടുന്നുണ്ട്, ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന്. നേരം ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നത് അവിടെ എന്ന് ചോദിച്ച് ഇങ്ങനെ മോളോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഏതായാലും അനന്തപുരിയിലേക്ക് എത്തുന്നു. അപ്പോൾ അബിയുടെ വണ്ടി ഇങ്ങനെ കയറി വന്ന കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നവിക്ക്. അപ്പോൾ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, അവർ ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് അബി മോളെ ഇങ്ങനെ കൊണ്ട് ഇറക്കി വരുന്നത് കാണുന്നത്. അന്നേരം അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അബി അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങി വരുവാണ്. ഈ സമയം താഴെ ആദർശം നയനയും ഹാളിൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അബി കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ നയന ദേ വരുന്നു, അവൻ കുഞ്ഞിനെ കൊണ്ട് അവന് ഇതുപോലുള്ള ചെറിയ ശിക്ഷകളെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ശരിയാകില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ചെറിയ ശിക്ഷ, അവനെ നല്ല ഒന്നാന്തര പണിയെ കൊടുക്കേണ്ടത് എന്നിങ്ങനെ ആദർശ് പറയും. അപ്പോൾ ഏതായാലും അബി ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അങ്ങ് വരുമ്പോഴേക്കും ദേ വരുന്നു. നവ്യ ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി, നിന്നോട് ആരാ ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അബി. നേരത്തേക്ക് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, കണ്ടോ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നത് ഇവൻ ഇതിന് ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് അബിയോട്, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്
എന്ന്. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആദർശം പറയുന്നുണ്ട്, അതിന് അവൻ വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തത്, അവൻ ചന്തമൂടെ എടുത്തിട്ട് മനുഷ്യത്വം കാണിച്ചു, അത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ഇത് കേൾക്കുന്ന നവ്യ അങ്ങ് ഇരച്ച് കയറുവാണ് കേട്ടോ. അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അബിയോട് പറയുക, അബി നീ റൂമിലേക്ക് വന്നേ, എന്നിട്ട് രണ്ടോടെ അങ്ങോട്ട് കയറി പോവാം കേട്ടോ. അപ്പോൾ നവ്യ തിളച്ചിങ്ങനെ മറിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അന്നേരം ജലജ ആദർശനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ നീ വീണ്ടും വീണ്ടും തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയും അവിടുന്ന് ജോലിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ നീ ഇതൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കും. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതെല്ലാം അവൻ ചെയ്തില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ആ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പച്ചിക്ക് അത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോഴേക്ക് എന്തൊക്കെയോ സംശയത്തോടെ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.